അയ്യോ അയ്യോ എന്തിനാണ് ഈ വയ്യാത്ത പട്ടി കയ്യാല കയറാൻ പോണത്? അയ്യോ അയ്യോ കൈ പിടിച്ച് നോക്കടാ. നോക്കാനേ. അയ്യോ 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 വയസ്സാം കാലത്ത് അവിടെ അടങ്ങി ഒതുങ്ങി ഇരുന്നൂടെ? പഠിച്ച കാര്യങ്ങൾ മറക്കാൻ പറ്റുമോ? പഠിച്ച കാര്യങ്ങൾ ഇതൊക്കെ നമ്മളങ്ങനെ വെറുതെ കളിയാക്കരുത്. ഇതൊരു യോഗയാ, യോഗ. ഇത് യോഗയല്ല, എനിക്കൊരു യോഗമാണ് ഇതൊക്കെ. അയ്യോ അയ്യോ കൂത്തിരിത്തടാ. അയ്യോ ഇതാരാ ഇത്ര കുടിച്ചിട്ട്? അയ്യോ അങ്ങനെ നേരെ ഇരി എവിടെ? അയ്യോ ഒരു ബ്രേക്ക് ഡാൻസിന് പണ്ടത്തെ എന്റെ പൊന്നു ഉല്ലാസ് മോൻ കേക്കണം. ഇയാള് പണ്ടത്തെ ഒരു ബ്രേക്ക് ഡാൻസർ ആയിരുന്നു. ഇപ്പൊ ബ്രേക്കും ഇല്ല, ബെല്ലും ഇല്ല, ചെവിയും കേൾക്കാൻ വയ്യാതെ ഇവിടെ വന്ന് കിടക്കുകയാണ്. ഞാനേ നമ്മളെ കുടുംബത്തിലെ കാര്യങ്ങൾ ഇങ്ങനെ പൊക്കി പറയരുത് നാട്ടുകാരെടുത്ത്. പിന്നെന്ന് പറഞ്ഞ പുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലേ, ഒരുപാട് കാശുണ്ട് പുള്ളിക്കാരുടെ കയ്യിൽ. പിന്നെ ഒരുപാട് കാശുണ്ട് പുള്ളിക്കാരന്. 10 പൈസ ആർക്കും ഒരു ഉപകാരവും ഇല്ല പുള്ളിക്കാരനെ കൊണ്ട്. പിന്നെ എന്തിനു പറയാണ്, സ്വന്തം മക്കൾക്ക് പോലും ഒരു ചില്ലിക്കാശ് പുള്ളിക്കാരൻ കൊടുത്തിട്ടില്ല. ഞാൻ ഇത്ര നാളായിട്ട് പുള്ളിക്കാരൻ്റെ കൂടെ ഇങ്ങനെ നടക്കുകയാണ്, കാര്യസ്ഥൻ എന്ന് പറഞ്ഞിട്ട് നടക്കുകയാണ്. എനിക്ക് പോലും ഒരു 10 പൈസ തന്നിട്ടില്ല ചേച്ചി, അറിയാവോ? പിന്നെ ഞാൻ എല്ലാവരും നാട്ടുകാരും മൊത്തം പറയരുത്, നിങ്ങളെ ഒരു കുടുംബത്തിന്റെ കാര്യത്തെ കുറിച്ച് എല്ലാവരും പൊക്കി പറയരുത്. എന്റെ കുടുംബത്തെ കുറിച്ച് അത്രയ്ക്കും പറയാൻ വേണ്ടി എന്തോ ഇരിക്കുന്നു. അതെ എന്താ ഞാനേ ഞാനേയൊക്കെ കണ്ട കാലങ്ങൾ എത്രയായി. ആ സെന്റർ പ്രൈസ് എടുത്താൽ കാണട്ടെ. ഇപ്പോഴും ആ ചിന്തയാണ് മനസ്സിൽ. അതാണ് ചിലപ്പോ ഈ മനസ്സുകൊണ്ടേ ഇപ്പോഴും ചെറുപ്പമായിരിക്കും, അതായിരിക്കും. അതാണല്ലോ ഈ സാധനങ്ങൾ മൊത്തം കാണിച്ചത്. പഴയ ബ്രേക്ക് ഡാൻസർ ആണല്ലേ? പഴയ ബ്രേക്ക് ഡാൻസർ, സൂപ്പർ ഡാൻസർ ആയിരുന്നു പുള്ളിക്കാരൻ. ഓ അത് ശരി. ആ ഡ്രസ്സ് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി. കുറച്ച് പൈസ തരാണ്ട് പുള്ളിക്കാരൻ, ചോദിച്ചു നോക്കാം. പൈസ കുറച്ച് തരാനുണ്ട് പുള്ളിക്കാരൻ, ചോദിച്ചു നോക്കാം. ശമ്പളം ഒന്നും ഇതുവരെയായിട്ട് തന്നിട്ടില്ല. ഓ അത് ശരി. പൊട്ടനെ ചെവിയാക്കാവോ? അതെ എനിക്ക് കുറച്ച് പൈസ തരാനില്ലേ? എനിക്കെന്തിനാ നീ പൈസ തരുന്നേ? ഇപ്പൊ എന്താ വ്യക്തമായിട്ട് പറയടാ, കിടന്ന് തപ്പാതെ. അതെ എനിക്ക് ശമ്പളത്തിന്റെ അതിൽ നിങ്ങൾ എനിക്കൊരു 1000 രൂപ തരാനില്ലേ? ആറ്റിലെ കുളിക്കാന്? ആറ്റി കുളിക്കാനല്ല, നിങ്ങൾ ആറ്റിലെടുത്ത് മുക്കാൻ. എന്റെ പൊന്നെ, നിങ്ങളെ എനിക്കൊരു 1000 രൂപ തരാനില്ല. അത് എപ്പ തരോന്ന്? ആര് വരുന്നു? നിങ്ങളെ കാലം വരണമെന്ന്. നിങ്ങളെ കാലം വരണമെന്ന്. എന്തിന്? കൊണ്ടുപോവാൻ. നിന്റെ അച്ഛനെ കൊണ്ടുപോകാനായിരിക്കും. എന്തോ നാടാ നീ? എന്ത് കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്ന് പറയടാ അങ്ങോട്ട്. സംഭവം തെറ്റ് എന്റെ ഭാഗത്താണ്. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചോദിക്കാൻ പുള്ളിക്കാരനെ. അതല്ല എന്താണെന്നറിയോ, കാര്യസ്ഥന് ഒരു കാര്യം മനസ്സിലാക്കണം. അദ്ദേഹം ഒരു പ്രായമുള്ള മനുഷ്യനാണ്. ഈ പ്രായമുള്ള ആൾക്കാരോട് സംസാരിക്കുമ്പോൾ അതിൻ്റെ ഒരു ഭാഷയിൽ ചോദിച്ചാലേ അത് അവർക്ക് മനസ്സിലാകത്തുള്ളൂ. നിങ്ങളുടെ ഭാഗത്ത് തെറ്റാണ്. എന്റെ ഭാഗത്ത് തന്നെ ഒന്നുമില്ലല്ലോ, അത്രയും പ്രായമുള്ള ഒരു മനുഷ്യനല്ലേ അത്. പിന്നെ അങ്ങനെ ചോദിക്കാം. തെറ്റാണ്. അപ്പൊ ഈ പ്രായമുള്ള ആൾക്കാരോട് സംസാരിക്കുമ്പോൾ അതിലൊരു പ്രത്യേക ഭാഷയുണ്ട്, ആ രീതിയിൽ സംസാരിക്കണം. പിന്നെ എനിക്ക് കന്നഡയും തെലുങ്കും ഒന്നും അറിയത്തില്ല, മലയാളം മാത്രമേ അറിയാവൂ. നിങ്ങൾക്ക് കൊങ്ങിണി ഭാഷ അറിയാമെങ്കിൽ പുള്ളിയുടെ അടുത്തൊന്ന് പറഞ്ഞ് മേടിച്ചു തന്നാൽ വളരെ നന്നായിരുന്നല്ലോ. കൊങ്ങണി ഭാഷ അല്ല, സാഹിത്യം പറഞ്ഞു. ഇത്ര നേരം സാഹിത്യം പറഞ്ഞല്ലേ? അല്ല, ഞാൻ സാഹിത്യം പറഞ്ഞല്ല, അത് പൊതുവായിട്ട് ഞാൻ ഒന്ന് പറഞ്ഞതാ. പ്രായമുള്ള ആളെ ഒന്ന് ബഹുമാനിക്കണം. കൊങ്ങണി ഭാഷയൊന്നും അറിയത്തില്ല, വേണം ഞാൻ 2 കൊങ്ങണം കുത്താം. കൊങ്ങണം കുത്തിട്ട് വേണം ഇനി ഇവിടെ നിന്ന് എടുക്കാടി ഓടാങ്ങിയത്. അപ്പൊ ഞാൻ പിന്നെ നല്ല മാതൃഭാഷയിലും സംസാരിച്ചു നോക്കാം. അല്ല, മര്യാദയുടെ ഭാഷ സംസാരിക്കും. അതെ എന്താടാ താങ്കൾ എനിക്ക് കറക്റ്റ് ആയി ഇപ്പൊ മനസ്സിലായി. റൂട്ട് കറക്റ്റ് പൈസ തരാ ഉണ്ടായിരുന്നു. പൈസയുടെ കാര്യം ചോദിക്കുമ്പോ പറഞ്ഞിട്ട് ഒരു കാര്യം. ഒന്നുകൂടെ ചോദിച്ചു. അതെ എനിക്ക് കുറച്ച് പൈസ തരാല്ലേ നിങ്ങള്? എനിക്ക് വയ്യ, ഞാൻ ഇടിച്ചേ. എന്തൊക്കെ ഈ പറ? നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറ, വേറെ കാര്യങ്ങളുണ്ട്. മക്കളെ നിങ്ങളൊരു കാര്യം ചെയ്യ്. അതെ ഞാൻ സംസാരിച്ചു നോക്കി എങ്ങനെയെങ്കിലും ആ പൈസ ഒന്ന് മേടിച്ചാൽ. അത് ആരാ അവിടെ കിടന്ന് സംസാരം? നിന്റെ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടോ? ഹലോ മാമ, എന്നെ മനസ്സിലായോ? ആരാ? നോക്ക്, ഇങ്ങോട്ട് നോക്ക്. ആരാ? മനസ്സിലായില്ല? ഇല്ല, മനസ്സിലായില്ല. പോട്ടെ, മനസ്സിലായാലും വിഷയമൊന്നുമില്ല. അത് മാമന്റെ കാര്യസ്ഥനാണല്ലോ. മാമൻ കാര്യസ്ഥന് 1000 രൂപ കൊടുക്കാനില്ലേ?
എന്താ പറഞ്ഞ കൂട്ടുകാരൻ എന്താ പറഞ്ഞ? ആ നിൽക്കുന്നത് ഓ മാമന്റെ കാര്യസ്ഥനാണോ? ആ കാര്യസ്ഥന് മാമൻ ഒരു 1000 രൂപ കൊടുക്കാനില്ലേ? എനിക്ക് നീ ഒന്ന് സംസാരിക്കും. പ്രായമുള്ള മനുഷ്യൻ ഇവരെന്തൊക്കെ പറയുന്ന നിന്റെ കൂട്ടർ എന്താ? ഓ മാമല്ല അതൊക്കെ കേട്ടോ, അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് പുള്ളി കേൾക്കാൻ പറ്റുമല്ലേ? പുള്ളിക്ക് ആവശ്യമുള്ള സാധനങ്ങളാണെങ്കിൽ പുള്ളി കറക്റ്റ്. അത് ഞാനിപ്പോ റെഡിയാക്കാം. അത് ഇങ്ങനല്ല സംസാരിക്കേണ്ടത്. നമ്മളൊരു വേറെ രീതി റൂട്ട് പിടിച്ചിട്ട് നമ്മൾ സംസാരിക്കണം. മനസ്സിലായില്ലേ? ഞാൻ പറയാം. മാമാ ഇത്ര പ്രായമൊക്കെ ആയില്ലേ? മരുന്നൊക്കെ കഴിച്ചോ? മരം മുറിക്കുന്നോ? ഞാൻ തോറ്റളിയാ. ഉടനെ ഒരു മരം മുറിക്കും നിങ്ങളെ കത്തിക്കാൻ. ഇവരെന്തൊക്കെ പറയുന്ന ഒന്നും വ്യക്തമായും പറയാതെ. നിങ്ങളൊരു കാര്യം ചെയ്യും, വല്ല പരിപാടി ബ്രേക്ക് ഡാൻസ് ഇല്ലേ പരിപാടിക്ക് കൊണ്ടുപോകാന്ന് പറ. പരിപാടി എവിടെ? ആരെയാ എവിടെ പരിപാടി? എവിടെ പരിപാടിയാ? ഓ മാമന് പഴയ ബ്രേക്ക് ഡാൻസർ അല്ലേ? പിന്നെ ഞാനും നെൽസനും അശ്വതി ഒക്കെ ആയിട്ട് ഞങ്ങൾ ഗൾഫിൽ ഒരു പരിപാടിക്ക് പോകും. മാമനെ പഴയ ബ്രേക്ക് ഡാൻസർ ആയതുകൊണ്ട് മാമനെ കൂടെ ഉൾപ്പെടുത്തിയാലോ എന്നാലോചിക്കുന്നു. ഞാൻ ഈ കോമഡി മസാല എന്ന് പറയുന്ന പരിപാടി സ്ഥിരം കാണും. അതെ അതെ, എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. അത് മാത്രമല്ല അതില അശ്വതി കുട്ടി എന്ന് പറഞ്ഞൊരു കൊച്ചുണ്ട്. അത് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ കുട്ടിയുടെ കൂടെ ഒന്ന് ഡാൻസ് ചെയ്യണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം. ആയിക്കോട്ടെ ആയിക്കോട്ടെ, കുഴപ്പമില്ല. അപ്പൊ എന്തായാലും മറ്റല്ലേ നമ്മള് ഗൾഫിൽ ഒരു പരിപാടി ചെയ്യുന്നുണ്ട്. അപ്പം മാമനെ ഉൾപ്പെടുത്തി. ഗൾഫിൽ എവിടെയാണ്? ദമാമില്. ഏത് ഗുദാമില? ഞാനൊരു ചെറിയ നമ്പർ കാണിക്കട്ടെ? ആയിക്കോട്ടെ. നമ്പർ കൂടുതൽ കാണിക്കണ്ട. കാണിച്ചതിന്റെ ശീലം ഇതുവരെ മാറിയിട്ടില്ല കേട്ടാ. ക്ഷീണമൊന്നും മാറിയിട്ടില്ല. അവിടെ ഇരിക്കുക ആദ്യം. അസൂയ. അയ്യോ, നിങ്ങളെ പറ്റി എന്നും പരാതി തന്നെയല്ലേ? നിങ്ങളെ പറ്റി ഭയങ്കര പരാതി പറഞ്ഞു. ഇവിടെ നാട്ടുകാർ ഭയങ്കര പരാതി പറഞ്ഞു. എന്തോ പരാതി പറഞ്ഞു? നിങ്ങൾ ഈ വീട്ടിൽ ഇരുന്നോണ്ട് അവിടെ പെണ്ണുങ്ങൾ കുളിക്കുന്ന ആറ്റിൽ നോക്കണത്തിന്. എന്താന്ന്? അവിടെ പെണ്ണുങ്ങൾ കുളിക്കുന്ന ആറ്റിന്റെ സൈഡിൽ അവിടെ ഇവിടെ ഇരുന്നോണ്ട് നിങ്ങൾ അങ്ങോട്ട് നോക്കണത്തിനെന്ന് ഭയങ്കര പരാതി പറഞ്ഞത്. പരാതിയായ എന്റെ അടുത്ത് വന്ന് പരാതി പറഞ്ഞില്ലേ? നമ്മളെ പിള്ളേരൊക്കെ അറിഞ്ഞോ? പിള്ളേരൊക്കെ ഉടനെ അറിയും. നിങ്ങൾ അത് വേണ്ടായിരുന്നില്ലേ? അത് പിന്നെ അത് മോശമായി, വളരെ മോശമായി. എന്റെ അടുത്ത് പറഞ്ഞു. ഞാൻ പിന്നീട് ആലോചിച്ചത് അങ്ങനെ വേണ്ടായിരുന്നു എനിക്ക് തോന്നി. ഭയങ്കര മോശമായി, ഭയങ്കര മോശമായി. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ വീടും പേരോടൊക്കെ അങ്ങ് വിറ്റുകളയാണ്. അത് കാര്യം, അത് കാര്യം. നമുക്ക് പോകണം. കാരണം വൃത്തി അല്ല, നമുക്ക് അങ്ങനെ വേണ്ട 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 വേണ്ട. നമുക്ക് എങ്ങോട്ട് പോവാ? നമുക്ക് ആറ്റിന്റെ തീരത്തോട്ട് അങ്ങോട്ട് ഒരു കുറച്ച് പേരോടൊക്കെ വാങ്ങിച്ച് വീടൊക്കെ വെച്ച് അതാകുമ്പോഴത്തേക്ക് കിളവാ പിന്നെ എന്തൊരു ചെയ്യണമെന്ന് എനിക്കറിയാൻ പറ്റില്ല. നിനക്കിപ്പോ എന്താ വിഷയം? എന്താ കാര്യം പറ. നിങ്ങൾ അവിടെ അടങ്ങി ഒതുങ്ങിയിരിക്കും. നിങ്ങളെ മക്കൾ ഇന്നിങ്ങ് എത്തും. അവര് പുറപ്പെട്ടില്ല. ഹലോ നിങ്ങളായോണ്ട് ഇത് സഹിക്കുന്നു കേട്ടോ, സത്യം. ഒരു കാര്യം ചെയ്യാം, അവര് ഇങ്ങോട്ട് വരും. ഇന്ന് എത്തുന്നാണ് പറഞ്ഞേക്കണത്. അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം മക്കളെ, മരുന്ന് കുടിച്ചാലോ? മരുന്ന് കുടിക്കാം. അതെ, തമാശ കളയുന്നു. ചുമ്മായിരിക്കുമല്ലേ? പുള്ളി അനങ്ങണില്ല. ശ്വാസം ഉണ്ടോ നോക്കി. ഞാൻ മക്കളുടെ അടുത്ത് ഞാൻ എന്തൊരു സമാധാനം പറയും? ഇത് നിങ്ങളെ കിടന്ന അദ്ദേഹത്തിന് ടെൻഷൻ എടുപ്പിച്ചോണ്ടല്ലേ ഇങ്ങനെ സംഭവിച്ചത്. അതെ, ഞാൻ കാര്യം എനിക്കായി വിടാ. അയ്യോ എനിക്ക് വയ്യ. ഞാൻ ഇനി ഈ സമയം ആരടുത്ത് പറയുന്നുണ്ട്. ഇനിയിപ്പോ ഫാമിലി ഡോക്ടർ ഉണ്ട്, പുള്ളിയൊന്ന് വിളിച്ച് പറയാല്ലേ? അതിനേക്കുള്ളൊരു നല്ല വഴിയുണ്ട്. ആ ഓറഞ്ചിന്റെ തൊലിയൊന്നും ഞെക്കി കണ്ണി പിഴിഞ്ഞൊടി. ഇത് അതിലൊന്നും എണീക്കൂല. ഹലോ ഡോക്ടറെ, പെട്ടെന്ന് ഇങ്ങോട്ട് വാ. സദാശിവ പോയി. പെട്ടെന്ന് ഇങ്ങോട്ട് വരണേ. അയ്യോ എനിക്ക് വയ്യ. ഇങ്ങനെയൊക്കെ ആണെങ്കിലും പാവം ഒരു മനുഷ്യനായിരുന്നു. ആർക്കും ഒരു ശല്യം പുള്ളി ഇതുവരെയായിട്ട് ഉണ്ടാക്കിയിട്ടില്ല. നമ്മളൊക്കെ ഒരു 1000 രൂപ ചോദിച്ചു വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, പുള്ളി അപ്പോഴേ 1500 രൂപ എടുത്ത് തരുന്ന ഒരു മനുഷ്യനായിരുന്നു. എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണെന്നറിയാമോ? എന്നാൽ എനിക്ക് ഇങ്ങനെ എനിക്കില്ല.
നിങ്ങൾ ഇവിടുത്തെ കാര്യസ്ഥനല്ലേ? നിങ്ങളെന്തിന് ഇങ്ങനെ കിടന്ന് കരയണത്? ഞാൻ കരയണതിൽ അർത്ഥമുണ്ടല്ലോ. നിങ്ങളെന്തിന് കരയണത്? ഞാൻ ആരെ പറ്റിച്ച് ജീവിക്കും? മാട്ട ഡോക്ടറായിരുന്നല്ലേ? എങ്ങനെയെങ്കിലും ഒന്ന് റെഡിയാക്കേ. കോംപ്ലിക്കേറ്റഡ് കേസാണ്. കോംപ്ലിക്കേറ്റഡ്. എന്റെ മെഡിക്കൽ സയൻസ് ജീവിതത്തിനിടെ ഇതുപോലെ സംഭവം ആദ്യമായിട്ടാണ്. ഒരു വെട്ടോത്തി കിട്ടു. ഒരു വെട്ടോത്തി അത്യാവശ്യം. വെട്ടോത്തി എടുത്തോണ്ടോ? എടാ ഒരു കമ്പി പാരെങ്കിലും ഒരു കമ്പി ഒരെണ്ണം പറയും. എടാ ഒരു വെട്ടോത്തി എടുത്തോണ്ട് പറഞ്ഞു. വെട്ടോത്തിയാ? വെട്ടോത്തി വേറെ അല്ല മതിയാ. ഈ പെട്ടി തുറക്കാൻ പറ്റില്ലെന്ന്. ഇതേ ഞാൻ കുറെ നേരം ഇങ്ങനെ പ്രസ് ചെയ്ത് ഇത് തുറക്കാൻ പറ്റില്ലെന്ന്. തുറന്ന ടെതസ്കോപ്പ് ഒക്കെ ഇതിനകത്തിരിക്കുന്നത് ഞാൻ കടിച്ചു പൊട്ടിക്കേണ്ടി വരുന്നതാണ്. തുറക്കാൻ പറ്റാത്ത പെട്ടിയും കൊണ്ട് ടെതസ്കോപ്പ് വേണ്ട, മരുന്ന് വേണ്ട, ഒന്നും വേണ്ട. ആ മരിച്ച രോഗിയെ ഞാൻ തിരിച്ചു കൊണ്ടുവന്നു. അതാണ് എന്റെ കഴിവ്. ഇപ്പോഴൊന്നും ഇത് പോവൂല കേട്ടാ. എന്റെ പുക കണ്ടിട്ടേ പോകത്തുള്ളു. ഇവിടെ എന്തോ കാര്യം, എന്തോ ബഹളം, എന്തോ ഇവിടെ നിങ്ങൾക്ക് ഇപ്പൊ എത്ര നിങ്ങളായിട്ട് ഇങ്ങനെ കിടക്കരുത്. ഇവിടെ നമ്മളാണ്ട് ഈ ഡോക്ടറാണെന്ന് രക്ഷപ്പെടുത്തിയത് ഞാനാണ്. ഡോക്ടറെ നന്ദിയുണ്ട്, വളരെയധികം നന്ദിയുണ്ട് ഡോക്ടറെ. ഇങ്ങ് വരെ ഡോക്ടറെ. പിള്ളേരൊക്കെ എത്താറായോ? അവർ ഉടനെ എത്തും. വിളിച്ചായിരുന്നു? അവർ ഉടനെ എത്തും പറഞ്ഞു. യവൻ അങ്ങ് വെപ്രാളവും വേവലാതി. അയ്യോ പിള്ളേർ പറഞ്ഞാൽ ഞാൻ ഇവിടെ നിൽക്കൂല. ഞാൻ ഇവിടെ ശരിയാവൂല. ഇളയ ചെറുക്കൻ ഞാനൊരു കലിപ്പാണ്. ഞാൻ പോണു. ഞാൻ നിൽക്കൂല. ശരിയാവൂല. ചെറുക്കൻ ഞാൻ കലിപ്പാണ്. ശരി ആ മക്കളെത്തിയല്ല. സദാശിവനാടാ? ഓ ഓ ഓ യാത്രയൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു? സുഖമായിരുന്നു. ഡാഡി, ഞങ്ങൾ ഫ്ലൈറ്റ് കിട്ടാൻ ഒരുപാട് ലേറ്റ് ആയി പോയി. അതുകൊണ്ട് ഡാഡിക്ക് പ്രത്യേകിച്ചൊന്നും വാങ്ങാൻ പറ്റിയില്ല കേട്ടോ. അച്ഛൻ ഒരു മാറ്റം. അച്ഛൻ എന്തോ അച്ഛത്, എന്ത് കോലച്ചത്? എന്തോ ഊരി കളാച്ചത് എന്തോ അത്? ഒന്നുമില്ല, ഞാൻ ഒരു പഴയ സിനിമാറ്റിക് ഡാൻസർ അല്ലേടാ. എനിക്കിത് മറക്കാൻ പറ്റുമോ? നിങ്ങൾ ഞങ്ങൾ അച്ഛനാണോ അതേ മോനാണോ? ഞാൻ നിങ്ങളവിടെ അമേരിക്കയിലൊന്നും വരുന്നില്ലല്ലോ. ഞാൻ ഇവിടെ തന്നെ അങ്ങ് നിൽക്കുക. ഇത് മോശമായി പോയി. അത് കുഴപ്പമില്ല. അങ്കിൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. എനിക്ക് പറയാനല്ലേ പറ്റത്തുള്ളൂ മക്കളെ. ഒരു കുഴപ്പമില്ല. പുള്ളി ഇപ്പൊ നല്ല സൂപ്പർ ആയിട്ട് ഇരിക്കുകയാണ്. ഒരു കുഴപ്പമില്ല പുള്ളിക്കാരൻ. പിന്നെ അങ്കിളിന് അറിയാമല്ലോ, ഞങ്ങൾക്ക് അവിടെ ഒരുപാട് ബിസിനസ്സുകളുണ്ട്. ഞങ്ങൾക്ക് അവിടെ നിന്ന് നിൽക്കാൻ സമയമില്ല. എപ്പോഴും അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് വരുന്നു. നോട്ട് എ വേസ്റ്റ് ടൈം. പുള്ളിക്കാരൻ നിങ്ങളെ കഷ്ടപ്പെട്ട് അമേരിക്കയിലോട്ട് വിട്ടല്ലേ? അപ്പൊ നിങ്ങൾക്ക് അവിടെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കാണും. അയാളിവിടെ എങ്ങനെ ജീവിക്കണം നിങ്ങൾ തിരക്കില്ലല്ലോ. നല്ല കാര്യം. അങ്ങനെ പറയാം. എന്നാലും തീർച്ചയായും അങ്ങളെ നമ്മൾ ഒരുപാട് കാര്യങ്ങളായിട്ടാണ് ഇവിടെ വന്നേക്കുന്നത്. ഞാനും അവനും കൂടെ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് എല്ലാം കൂടെ തീരുമാനിച്ച് ഉറപ്പിച്ചാ വന്നേക്കുന്നത്. അച്ഛാ, അച്ഛനൊരു ഭയങ്കര സർപ്രൈസ് ആയിട്ടാണ് നിങ്ങൾ ഇവിടെ വന്നേക്കുന്നത്. അയ്യോ, അതായത് അച്ഛാ, ഇത്രയും സ്വത്തുക്കള്, ഇത്രയും ഭാരിച്ച സ്വത്തുക്കള് അച്ഛൻ നോക്കി മടുത്തു ഇല്ലയോ? മടുത്ത് അച്ഛന് ഏതാണ്ട് വയസ്സായില്ലയോ? അതുകൊണ്ട് ഞാനും അവനും കൂടെ ഒരു തീരുമാനം എടുത്തിട്ട് നല്ല സർപ്രൈസ്. അതായത് ഉള്ള സ്വത്തുക്കള് നമുക്ക് രണ്ടുപേരും കൂടെ വീതിക്കണം. അതാണോ സർപ്രൈസ്? അതെ. പറഞ്ഞു കേട്ടപ്പോ എനിക്ക് മതി. ഇനിയിപ്പോ നിങ്ങളുടെ രണ്ടുപേരും കൂടെ എന്നെ അങ്ങ് അമേരിക്കയിലേക്ക് കൊണ്ടുപോകുമെന്ന്. അത് മൊത്തം ചീറി. അത് പോട്ടെ. അപ്പൊ എന്തായാലും നിങ്ങൾ എനിക്കൊരു സർപ്രൈസ് തന്നല്ലോ. എനിക്കതങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല. സന്തോഷം മക്കളല്ലേ, നല്ല കാര്യം തന്നെ. പക്ഷെ അങ്ങനെ ഒരു സർപ്രൈസ് തരുമ്പം ഞാൻ നിങ്ങൾക്ക് ഒരു സർപ്രൈസ് തരണ്ടേ? പിന്നെ അപ്പൊ ആദ്യം എന്റെ സ്വത്ത് വകകൾ നിനക്ക്, സുദേവന്, നമ്മളെ സിനിമാ കൊട്ടക, അതിന്റെ ബാഗ് കിടക്കണ റബ്ബർ മൊത്തം. അത്രേ ഉള്ളൂ എനിക്ക്. പറഞ്ഞു വരട്ടെ, നില്ല അവിടെ അടങ്ങ്. ഞാൻ പറഞ്ഞു തുടങ്ങിയതല്ലേ ഉള്ളു. പിന്നെ നിനക്ക് നമ്മളെ അമ്പറക്കണ്ടം, ഏലാ മൊത്തം, പിന്നെ അതിന്റെ ബാക്കിലുള്ള റബ്ബർ എസ്റ്റേറ്റ് മൊത്തം നിനക്ക്. എനിക്ക് അത്രേ ഉള്ളോ? ഞാൻ പറഞ്ഞു തീർന്നില്ലല്ലോ. അപ്പൊ അച്ഛാ ബാക്കി സ്വത്തുക്കളൊക്കെ എന്ത് ചെയ്യും? സർപ്രൈസ് കേക്കണ്ടേ? ആ സർപ്രൈസിലോട്ട് വരേണ്ട ഞാന്. സർപ്രൈസ് എത്താറായി. ഇപ്പൊ എത്തും. ഓ, പറഞ്ഞു തീർന്നില്ല, സർപ്രൈസ് എത്തി കേട്ടോ. സർപ്രൈസ് ഇഞ്ഞ് കയറി വാ. അതാണ് കേട്ടോ. വാ ചേട്ടാനെങ്കി. ഇതാണ് ഞാൻ പറഞ്ഞ സർപ്രൈസ്. ആരാ ചെയ്ത്? ഞാൻ പറയട്ടെ, ഇവർക്ക് അങ്ങ് തിടുക്കുവാണോ അങ്ങ് കേൾക്കാനായിട്ട്? നിങ്ങൾ എന്തായാലും ഇവിടെ വന്ന് എന്നെ ഇനിയിപ്പോ നോക്കാനൊന്നും പോകുന്നില്ല, എന്നെ കൊണ്ട് പോകുന്നുമില്ല. അതെനിക്കറിയാം നിങ്ങൾ രണ്ടുപേരും. അപ്പൊ അതുകൊണ്ട് മരിക്കുന്നത് വരെ എനിക്കൊരു തുണ വേണ്ടേ? അപ്പൊ ബാക്കിയുള്ള സ്വത്തുക്കളെല്ലാം കൂടെ എനിക്കും ഇവക്കും കൂടെ, നമുക്കും ജീവിക്കണമല്ലോ. എന്റെ ഈ സർപ്രൈസ് എങ്ങനെയുണ്ട് മക്കളെ? അപ്പാ
ഇത് വല്ലാത്തൊരു സർപ്രൈസ് ആയിപ്പോയി.